Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ വിജയൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ആലുവ MLA അൻവർ സാദത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചർച്ച ഗ്രാമങ്ങളിലേക്ക് വികസനം അപ്പോൾ അതിനെവിടെ പ്രയോജനപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കും. അവിടെ രാഷ്ട്രീയമോ മറ്റ് ചട്ടങ്ങളില്ലാതെ യഥാർത്ഥമായി വികസനത്തിലേക്ക് അവിടെ എത്തിക്കാൻ സാധിക്കും. അവിടെ സ്ഥിതിയിൽ വിജയം. അതുകൊണ്ട് ഈ സർക്കാർ ശക്തമായ ആശംസിക്കുന്നു. എന്തായാലും സത്യശോഷിക്കാനും ഇതൊക്കെ നിലനിൽക്കാണ് ഈ ഭരണസമിതികൾ ഈ 4 വർഷം പൂർത്തിയാക്കി. ആലുവ MLA അൻവർ സാദത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് പഞ്ചായത്തിന്റെ കരട് പദ്ധതി രേഖ സമർപ്പിച്ചു. ഇതുകൂടാതെ ഇന്നിപ്പോ നമ്മുടെ വികസന സെമിനാറിൽ വരുന്ന നിർദ്ദേശങ്ങൾ നമ്മളിന്നിപ്പോ കരട് നിർദ്ദേശങ്ങൾ അടിച്ചിട്ടുള്ള ലഘുലേഖ എല്ലാവർക്കും സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പദ്ധതികളെല്ലാം ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടി ഇന്ന് ചേർത്ത് നമ്മളുടെ വരുന്ന വർഷകാലത്ത് പദ്ധതിക്ക് രൂപം കൊടുക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വച്ചിരിക്കുന്ന തുക, മറ്റു കാര്യങ്ങൾ ഓരോ വകുപ്പുകളിലും നമ്മൾ നിർബന്ധിതമായിട്ട് വെക്കേണ്ടുന്ന തുക, അല്ലാതെ തന്നെ നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്, ആരോഗ്യ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലേക്കും വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ലഘുലേഖയിൽ പ്രതിപാദിച്ചു. 8,38,26,000 രൂപയുടെ പദ്ധതികളാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ വിഹിതം 1,81,66,000 രൂപയും, പട്ടികജാതി വികസനത്തിന് 76,61,000 രൂപയും, 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 6,45,000 രൂപയും, മെയിൻ്റെനൻസ് ഗ്രാന്റ് റോഡിനത്തിൽ 2,25,96,000 രൂപയും, മെയിൻ്റെനൻസ് റോഡ് ഇതരത്തിൽ 89,47,000 രൂപയും ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാവരുടെയും ഈ 14ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ഉയർന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഏറ്റവും നല്ല രീതിയിലുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വികസന സെമിനാറിന് എല്ലാവരുടെ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ പദ്ധതി നടക്കുന്നുള്ളൂ. അതിന്റെ ചിലവ് പൂർണ്ണമായി പൂർത്തീകരിച്ചാലാണ് അടുത്ത വർഷത്തെ പദ്ധതി നമുക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യഥാസമയം ബില്ലുകൾ മുടങ്ങുമ്പോൾ പണമില്ലെങ്കിൽ അതെല്ലാം വീണ്ടും ക്യൂബിലായിട്ട് അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ മതി. വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷബീർ അലി, ബ്ലോക്ക് മെമ്പർ സിനി ജോണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VJ ആൻഡു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൽവി ബിജു, പഞ്ചായത്ത് മെമ്പർമാരായ KC മാർട്ടിൻ, KP അനൂപ്, CP മുഹമ്മദ്, മീന വേലായുധൻ, സിമി ജിജോ, ജാരിയ കബീർ, ഡാർലി ജിമോൻ, PK ബിജു, പഞ്ചായത്ത് സെക്രട്ടറി KM അബ്ദുൾ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ നമ്മൾ മറ്റു മേഖലകൾ ഉൾപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ഈ ചർച്ചയിൽ കാലമായ നിർദ്ദേശങ്ങൾ ഉയർത്തുമല്ലോ. കാരണം നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ ഇവിടെ ജീവിക്കുക. ഇത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 3ാം പാദത്തിലാണുള്ളത്. 4ാം പാദത്തേക്കുള്ള പദ്ധതി രൂപീകരണമാണ് നമ്മളിവിടെ നടത്തുന്നത്. 3ാം വർഷത്തെ പദ്ധതിയുടെ 50% നമ്മൾ തുടങ്ങി കഴിഞ്ഞു.
ഈ ഫണ്ടിന്റെ കടന്നുവരുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ പദ്ധതി രൂപീകരണത്തിന്റെ പരിപാടികളിലേക്ക് നമ്മളെ അറിയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് 14 പഞ്ചവത്സരം വരെ പല പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹിക നീതി അധിഷ്ഠിതമായ സമഗ്രമായ ഒരു വികസനം എന്ന ലക്ഷ്യത്തോടുകൂടി അടുത്ത ദീർഘവീക്ഷണത്തോടുകൂടി വരും തലമുറയ്ക്ക് കൂടി പ്രയോജനകരമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സഹായകരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള മാലിന്യ നവകേരള പദ്ധതിയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.